ഹലോ മക്കളെ, നീറ്റ് എക്സാമിന്റെ ഏറ്റവും ലാസ്റ്റ് ലാപ്പ് പ്രിപ്പറേഷനിലാണ് നിങ്ങൾ എല്ലാവരും. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൂടുതൽ ഈസി ആക്കാനായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ വളരെ ക്വിക്ക് ആയിട്ട് റിവൈസ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റീവ് കറന്റ്. മക്കളെ, ഓൾട്ടർനേറ്റീവ് കറന്റില് ഓൾട്ടർനേറ്റീവ് വോൾട്ടേജിന്റെയും കറന്റിന്റെയും ജനറൽ എക്സ്പ്രഷൻ ആണ് വോൾട്ടേജ് V = Vm sin ωt, കറന്റ് I = Im sin ωt ആണ്. Vm ഉം Im ഉം മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജും മാക്സിമം വാല്യൂ ഓഫ് കറന്റ് ആണ്. ഇനി മക്കളെ, RMS വാല്യൂ ഓഫ് കറന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് Im/√2. അതേപോലെ RMS വാല്യൂ ഓഫ് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് Vm/√2 ആണ്. Vm എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ്, Im എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ഓഫ് കറന്റ് ആണ്. ഇനി നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 ടൈം പീരീഡ് ആണ്. അതേപോലെ ഒമേഗ = 2π ടൈം പീരീഡ്. ടൈം പീരീഡ് T എന്ന് പറഞ്ഞാൽ 2π/ω ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് AC അപ്ലൈ ടു റെസിസ്റ്റർ. നിങ്ങൾ AC റെസിസ്റ്ററിൽ അപ്ലൈ ചെയ്താൽ അവിടെ വോൾട്ടേജ് V = Vm sin ωt ആണ്, കറന്റ് I = Im sin ωt ആണ്. വോൾട്ടേജും കറണ്ടും മക്കളെ ഒരേ ഫേസിലാണ്. ഒരേ ഫേസിൽ ആയതുകൊണ്ട് തന്നെ ഫേസ് ഡിഫറൻസ് മക്കളെ 0 ആണ്. ആരും ലാഗും ചെയ്യുന്നില്ല, ലീഡും ചെയ്യുന്നില്ല. ഇവിടുത്തെ ആവറേജ് പവർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ Vm Im/2 ആണ്, ഓർ അതർവൈസ് Vrms Irms ആണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് AC ഒരു ഇൻഡക്ടറിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. AC ഇൻഡക്ടറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ വോൾട്ടേജ് V = Vm sin ωt ആണ്, കറന്റ് Im sin ωt -π/2 ആണ്. ഇവിടെ കറന്റ് വോൾട്ടേജിനേക്കാൾ π/2 ലാഗ് ചെയ്യുവാണ്. ഓർ തിരിച്ചു വേണമെങ്കിൽ പറയാം, വോൾട്ടേജ് കറന്റിനേക്കാൾ π/2 ലീഡ് ചെയ്യുവാണ്. ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് മക്കളെ π/2 ആണ്. ആവറേജ് പവറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 0 ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് AC അപ്ലൈ ടു കപ്പാസിറ്റർ ആണ്. AC ഒരു കപ്പാസിറ്ററിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ വോൾട്ടേജ് V = Vm sin ωt, കറന്റ് Im sin ωt +π/2 ആണ്. കറന്റ് π/2 ലീഡിംഗ് ആണ്. അപ്പൊ തിരിച്ചു പറയാം, വോൾട്ടേജ് π/2 ലാഗിംഗ് ആണ്. ഇവിടുത്തെ ആവറേജ് പവർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ 0 എന്ന് കിട്ടും. ഇനി മക്കളെ ഇവിടെ ഓർക്കേണ്ട കാര്യം, ഒരു AC അപ്ലൈ ടു കപ്പാസിറ്റർ, അതായത് ഒരു കപ്പാസിറ്റർ സർക്യൂട്ടിലെ റെസിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ കപ്പാസിറ്റർ സർക്യൂട്ട് ആണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് XC = 1/Cω. അതേപോലെ ഇൻഡക്ടർ സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് XL = Lω എന്ന് നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. L എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡക്ടൻസ് ആണ്. ഒമേഗ കാണാൻ നിങ്ങൾക്ക് 2πf എടുക്കാം, അല്ലെങ്കിൽ 2πν എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC എന്ന് പറഞ്ഞാൽ 1/Cω ആണ്, ഓർ 1/C × 2πν എന്ന് എടുക്കാം. അതേപോലെ തന്നെ മക്കളെ, ആവറേജ് പവറിന്റെ വാല്യൂ AC അപ്ലൈ ടു കപ്പാസിറ്റർ ആയാലും ആവറേജ് പവറിന്റെ വാല്യൂ 0 ആണ്. ഇൻഡക്ടറിലും 0 ആണ്, കപ്പാസിറ്ററും 0 ആണ്. പക്ഷേ റെസിസ്റ്ററിലെ ആവറേജ് പവറിന്റെ വാല്യൂ Vm Im/2 ഓർ Vrms Irms ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് LCR സർക്യൂട്ട്. LCR എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും റെസിസ്റ്ററിന്റെയും സീരീസ് കോമ്പിനേഷൻ ആണ് നമ്മൾ LCR എന്ന് പറയുന്നത്. LCRന്റെ ഇംപെഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് √R² + XL - XC യുടെ ഹോൾ സ്ക്വയർ. തിരിച്ചു വേണമെങ്കിൽ എഴുതാം, XC - XL യുടെ ഹോൾ സ്ക്വയർ എന്ന് വേണമെങ്കിലും എഴുതാം. ഇനി അവിടുത്തെ ഫേസ് tan φ കാണാനുള്ള ഇക്വേഷൻ ആണ് ഫേസ് ആംഗിൾ tan φ = XL - XC/R ആണ്. ഇവിടെ XL XCയേക്കാൾ കൂടിയാൽ മക്കളെ, അതായത് സർക്യൂട്ട് ഇൻഡക്റ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇനി ഈ XC XL-നേക്കാൾ കൂടിയാൽ സർക്യൂട്ട് കപ്പാസിറ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യും. XL-ഉം XC-യും ഈക്വൽ ആയാൽ LCR ആക്ട് ആസ് എ റെസിസ്റ്റീവ് സർക്യൂട്ട്. ഇവിടെ φ = tan inverse XL - XC/R ആണ്. ഇനി മക്കളെ, ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആവുന്ന സാഹചര്യത്തെയാണ് റെസൊണൻസ് എന്ന് വിളിക്കുന്നത്. അറ്റ് ദ ടൈം ഓഫ് റെസൊണൻസ് ഇംപെഡൻസ് മിനിമം ആയിരിക്കും, കറന്റ് മാക്സിമം ആയിരിക്കും. ഈ റെസൊണൻസ് നടക്കുന്ന ഫ്രീക്വൻസി, റെസൊണന്റ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 1/2π√LC ആണ്. L എന്ന് പറഞ്ഞാൽ ഇൻഡക്ടൻസ് ആണ്, C എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ആണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നതാണ് ആവറേജ് പവർ ഓഫ് ആൻ LCR സർക്യൂട്ട്. LCR സർക്യൂട്ടിന്റെ ആവറേജ് പവർ മക്കളെ Vrms Irms cos φ ആണ്. ഇനി ഈ ഫൈയുടെ വാല്യൂ 90 വന്നാൽ ആവറേജ് പവർ 0 വരും. അതായത് LCR ആക്ട് ആസ് എയ്തർ ഇൻഡക്റ്റീവ് ഓർ കപ്പാസിറ്റീവ്. ഇനി ഫൈയുടെ വാല്യൂ 0 വന്നു കഴിഞ്ഞാൽ ആവറേജ് പവർ Vrms Irms എന്ന് വരും. അപ്പം LCR ആക്ട് ആസ് റെസിസ്റ്റീവ് സർക്യൂട്ട്. ഇനി cos φ നമ്മുടെ പവർ ഫാക്ടർ എന്ന് വിളിക്കും. cos φ കാണാനുള്ള ഇക്വേഷൻ ആണ് R/Z. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നതാണ് LR സർക്യൂട്ടും ZR സർക്യൂട്ടും. LR സർക്യൂട്ട് എന്ന് വെച്ചാൽ ഇൻഡക്ടറും റെസിസ്റ്ററും മാത്രമേ ഉള്ളൂ. ഒരു LR സർക്യൂട്ടിന്റെ ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കപ്പാസിറ്റർ XC അങ്ങ് ഒഴിവാക്കിയാൽ മതി. √R² + XL² മാത്രമേ വരത്തുള്ളൂ. ദാറ്റ് ഈസ് Lω യുടെ ഹോൾ സ്ക്വയർ. ഇവിടുത്തെ
ഫേസ് ഡിഫറൻസ് നമുക്ക് ഫൈ ഒക്കെ കാണണമെങ്കിൽ ടാൻ ഇൻവേഴ്സ് എന്ത് ചെയ്താൽ മതി, XL മൈനസ് XC/R വേണ്ട, XL/R മാത്രം എടുത്താൽ മതി. ഇനി അതുപോലെയാണ് CR സർക്യൂട്ട്. CR സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററും റെസിസ്റ്ററും മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഇംപെഡൻസ് കാണാൻ Z √R² + XC² ആണ്. XC എന്ന് പറഞ്ഞാൽ 1/jω² ആണ്. ഇവിടെ ടാൻ ഫൈ കാണാൻ എന്തുവാ, XC/R എടുക്കുക. XC/R അഥവാ 1/jω/R എന്ന് നിങ്ങൾക്ക് എഴുതാം. ഇനി മക്കളെ ഒരു AC സർക്യൂട്ടിന്റെ പവർ, അതായത് പവർ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ട് ആണെങ്കിൽ ആവറേജ് പവർ VRMS IRMS ആയിരിക്കും. ഇനി ഇൻഡക്ടറും അല്ലെങ്കിൽ കപ്പാസിറ്ററും ഉള്ള സർക്യൂട്ടുകളുടെ ഇൻഡക്ടർ സർക്യൂട്ടിന്റെ ആവറേജ് പവർ 0 ആണ്, കപ്പാസിറ്റർ സർക്യൂട്ടിന്റെ ആവറേജ് പവർ 0 ആണ്, LCR സർക്യൂട്ടിന്റെ ആവറേജ് പവർ VRMS IRMS cos φ ആണ്. ഇനിയിപ്പോ എല്ലാ സർക്യൂട്ടിന്റെ ആവറേജ് പവർ ആണ് വേണമെങ്കിൽ VRMS IRMS cos φ. cos φ നമുക്കറിയാം R/Z ആണ്. എല്ലാ സർക്യൂട്ട് ആകുമ്പോൾ Z ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് √R² + XL² എടുക്കാവൂ. ഇനി അതേപോലെ CR സർക്യൂട്ട് ആണെങ്കിൽ ആവറേജ് പവർ VRMS IRMS cos φ ആണ്. cos φ R/Z ആണ്. CR സർക്യൂട്ട് ആകുമ്പോൾ Z എന്ന് പറഞ്ഞാൽ √R² + XC² ആണ്. ഇനി മക്കളെ നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഏത് ട്രാൻസ്ഫോമർ ആയാലും ജനറലി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇക്വേഷൻ ആണ് VS/VP = NS/NP ആണ്. ഇനി ഒരു ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഔട്ട്പുട്ട് പവർ / ഇൻപുട്ട് പവർ × 100 എടുക്കുക. ഔട്ട്പുട്ട് പവർ ആണ് VS/IS, ഇൻപുട്ട് പവർ ആണ് VP/IP. ഔട്ട്പുട്ട് പവറും ഇൻപുട്ട് പവറും ഈക്വൽ ആവുന്നത് 100% എഫിഷ്യൻസി ആവുമ്പോൾ മാത്രമാണ്. അതായത് ട്രാൻസ്ഫോമറിന് പവർ ലോസ് ഒന്നും ഇല്ലെങ്കിൽ എഫിഷ്യൻസി 100% ആണ്, ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ ആണ് IP/IS = VS/VP = NP/NS എന്ന് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് AC എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത്രയും നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഒരു പ്രയാസമില്ല, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.